നടക്കുവാനിടയായി. 2004 അങ്ങനെ പിടിക്കപ്പെട്ട കാരണത്താല് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു മടങ്ങി വന്നു. അതിനുശേഷം എൻ്റെ പിതാവ് നാട്ടിൽ കർത്താവിന്റെ വേലയിലായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. ബിടെക്കിന്റെ പഠനമൊക്കെ പൂർത്തീകരിച്ചു. അതിനുശേഷം പെട്രോളിയം എഞ്ചിനീയറിംഗിൽ എംടെക് എടുത്തു ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതിനുശേഷം ദൈവത്തിന്റെ കൃപയാല് റിലയൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയിൽ ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഏകദേശം 3 വർഷങ്ങളോളം ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെടുവാനായിട്ടിടയായി. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു, എവിടെ കർത്താവിന്റെ വേല ചെയ്യണമെന്നൊക്കെ അറിയത്തില്ലായിരുന്നു. കാരണം കംപ്ലീറ്റ്ലി ഒരു സെക്യുലർ ഫീൽഡിലായിരുന്ന ഒരു വ്യക്തിയാണ്. സുവിശേഷ വേലയുമായിട്ടോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുമായിട്ടോ യാതൊരു ബന്ധമില്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കർത്താവിന്റെ സമയമായപ്പോൾ ഗുജറാത്തിലുള്ള ഒരു അഭിഷക്തന്റെ മകളുമായി എൻ്റെ വിവാഹം നടന്നു. ഏകദേശം 4 വർഷങ്ങളോളം ഗുജറാത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വെസ്റ്റ് ബംഗാളിൽ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ, നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെ ബോർഡറിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, ഭാരതത്തിലൊക്കെ ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് ശക്തമായി ദൈവസഭയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേക ഇടങ്ങളിൽ വലിയ ഉണർവ് കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. പീഡനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ അതിശക്തമായി കർത്താവ് അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്നു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കാണെങ്കിൽ ഭാഷ അറിയത്തില്ലായിരുന്നു. ഇവിടെയാണ് ബന്ധുമിത്രാദികളോ ചർച്ചക്കാരോ അങ്ങനെ ആരുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടതിനനുസരിച്ച് ശക്തമായ ഒരു സ്റ്റെപ്പ് വെക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്തത് ഒരു മോന് 3 വയസ്സുണ്ട്. അതിനുശേഷം 2 ഇരട്ട കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി നൽകി. അവർക്ക് ഏകദേശം 2 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ വൈഫ്, 3 കുഞ്ഞുങ്ങൾ, അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. നിങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ മിഷൻ യാത്രകളൊക്കെ ചെയ്യാൻ കർത്താവ് നിങ്ങൾക്ക് സാവകാശങ്ങൾ തരുമ്പോൾ നിശ്ചയമായിട്ടും ഈ ദേശത്തോട്ടൊക്കെ വരണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. എനിക്കറിയാം ഒരു പ്രെയർ ലൈൻ ആണ്. ഒരുപക്ഷെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ സാരമില്ല, നിങ്ങൾ അവിടെ ഒരുക്കത്തോടെ വചനം കേൾക്കുവാനായിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ എന്നെ തന്നെ കണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിലും വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. എനിക്കറിയാം, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് ഇടപെടുവാനായിട്ടിടയായി തീരും. ശക്തമേറിയ ഒരു ദൈവിക ആലോചന കർത്താവിന്റെ അഭിഷക്തനിലൂടെ കേൾക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ആ ദൈവിക വചനങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ വചനം ശുശ്രൂഷിച്ചപ്പോഴൊക്കെ പറയുവാനിടയായി ഈ പ്രെയർ ലൈൻ ആരംഭിക്കുവാനിടയായി തീർന്നത് മറ്റൊരു പ്രെയർ ലൈനും കൂടെ എന്ന ഉദ്ദേശത്തിലല്ല, പകരം നിശ്ചയമായിട്ടും കർത്താവിന്റെ വ്യക്തമായ ഒരു ഗൈഡൻസിലാണ് ഈ പ്രെയർ ലൈന് ആരംഭിക്കുവാനായിട്ടിടയായത്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാര്, ദൈവമക്കള് ആത്മാവിലെടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും നിശ്ചയമായിട്ട് കർത്താവിന്റെ ഒരു വലിയ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആരംഭത്തിലൊക്കെ ചില ശൂന്യതകളും പരാജയങ്ങളൊക്കെ നമ്മൾ കണ്ടാലും ഒരു കാര്യം ഉറപ്പാണ്, കർത്താവാണ് നമ്മളെ എന്തെങ്കിലും ഒന്ന് ആരംഭിക്കുവാൻ ആരംഭിച്ചതെങ്കിൽ ഹല്ലേലൂയ, ക്രിസ്തയേശുവിന്റെ നാളോളം അതിനെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ, തികയ്ക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ പ്രെയർ ലൈൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ചുരുങ്ങിയ സമയത്ത് ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് ആ വചനങ്ങളിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദയവായി ആ വചനങ്ങളെ നിങ്ങളൊന്ന് തുറന്നു വെച്ചാട്ട് ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം.
യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ദൈവവചന ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി ധ്യാനിക്കാത്ത ഒരു സഭകളുമില്ല എന്ന് എനിക്കറിയാം. കാരണം വളരെ ശക്തമായ ദൈവസഭയുടെ ആരംഭം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളൊക്കെ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തിക്ക് മറ്റൊരു പേരുള്ളത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ഈ അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകത്തിന്റെ ഒരു ഇൻട്രോഡക്ടറി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിപ്പാനായിട്ട് ഇടയായത്. നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ ഇൻട്രോഡക്ടറി പാർട്ടിനകത്ത് എന്ത് മെസ്സേജ് ആണ് കൈമാറുവാനായിട്ടുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വചനങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് നൽകി തരുവാൻ ശക്തമായൊരു ദൂത് എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകി തരുവാനായിട്ടിടയായി. അത് ഞാൻ നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ലൂക്കോസ് ആണ്. സ്തോത്രം. അപ്പൊ ലൂക്കോസ് തിയോഫിലോസ് എന്ന് പറയുന്ന വ്യക്തിയെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്, തിയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു ചെയ്തതും ഉപദേശിച്ചതുമായ കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലൂക്കോസ് പറയുകയാണ്, ഞാൻ എഴുതിയതായ ഒന്നാമത്തെ ചരിത്ര പുസ്തകം. അത് നമുക്കറിയാം, വേറെ ഒരു പുസ്തകവുമല്ല, ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷമാണ് ലൂക്കോസ് എഴുതിയതായ ഒന്നാമത്തെ ചരിത്ര പുസ്തകം. എന്നാൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ലൂക്കോസിന്റെ രണ്ടാമത്തെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് ലൂക്കോസിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായി, തിയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ പുസ്തകം യേശുവിനെ കുറിച്ചുള്ളതായിരുന്നെങ്കിൽ, യേശു ഉപദേശിച്ചതിനെ കുറിച്ചുള്ളതായിരുന്നെങ്കിൽ, യേശു കർത്താവ് പഠിപ്പിച്ചതിനെ കുറിച്ചതും ചെയ്തതിനെ കുറിച്ചുമായിരുന്നെങ്കിൽ, ഞാൻ എഴുതുന്ന ഈ രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് യേശു കർത്താവ് ചെയ്തതല്ല, യേശു കർത്താവ് ഉപദേശിച്ചതല്ല, പകരം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ ചെയ്തതായ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ എന്ന ഈ പുസ്തകത്തെ കുറിച്ച് ഇൻട്രോഡക്ടറി ഭാഗത്തിനകത്ത് തിയോഫിലോസിനോട് ലൂക്കോസ് പറയുകയാണ്, ഈ രണ്ടാമത്തെ ചരിത്ര പുസ്തകം എന്ന് പറയുന്നത് ഇത് യേശു ചെയ്തതല്ല, യേശു ഉപദേശിച്ചതല്ല, പകരം കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ ചെയ്തതായ പ്രവർത്തികൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയാം, കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തതായ പ്രവർത്തികളാണ് ഈ അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്തൊരു ഭയങ്കര സന്തോഷം കടന്നു വരുവാനായിട്ടിടയായി. ആ സന്തോഷത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ ഒരു വാക്കാണ്. യേശു കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവർത്തികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു കർത്താവ് അന്ന് കുറച്ചുപേരെ തെരഞ്ഞെടുക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഈ മീറ്റിങ്ങിനകത്ത് വിശ്വസിക്കുന്നു കർത്താവ് തെരഞ്ഞെടുത്തത് കേവലം അന്ന് ഉള്ള അവരെ മാത്രമല്ല, ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദൂതിന് സ്തോത്രം പറയുവാൻ കഴിയും, ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ കഴിയും. കാരണം പരിശുദ്ധാത്മാവ് എങ്ങനെ ആദിമ നൂറ്റാണ്ടിൽ അന്ന് കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ പരിശുദ്ധാത്മാ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും യേശു കർത്താവ് തെരഞ്ഞെടുത്തവരായ നമ്മളിലൂടെയും പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും പിശാച് നമ്മളോട് പറയും, കർത്താവിന് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല, യു ആർ എ യൂസ്ലെസ് വെസൽ, നിങ്ങളൊരു ഉപയോഗശൂന്യമായ പാത്രമാണെന്നൊക്കെ പലപ്പോഴും പിശാച് നമ്മുടെ ഹൃദയത്തോട് പറയുവാനായിട്ടിടയാകും. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അങ്ങനെയുള്ള സകല വാക്കുകളെ നിങ്ങൾ റിബ്യൂക്ക് ചെയ്തിട്ട് യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഇന്ന് ഈ സമയത്ത് പറയണം, ഇല്ല പിശാചേ, എന്നെ പരിശുദ്ധാത്മാ ഉപയോഗിക്കാൻ പോവുകയാണ്, എന്നെ ദൈവത്തിന്റെ ആത്മാ ഉപയോഗിക്കും. നിങ്ങളായിരിക്കുന്ന അമേരിക്കയുടെ ഓരോ പട്ടണങ്ങളിൽ, ഓരോ ദേശങ്ങളിൽ ഈ വചനം കേൾക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ ദാസിമാർ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഏത് വിധത്തിൽ പരിശുദ്ധാത്മാവ് അന്ന് കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ ഉപയോഗിച്ചുവോ അതുപോലെ തന്നെ
ഈ കാലഘട്ടത്തിലും കർത്താവ് തെരഞ്ഞെടുത്തവനായ എന്നിലൂടെയും നിങ്ങളിലൂടെയും കർത്താവ് നമ്മളെ ആക്കി വെച്ച ഇടത്ത് കർത്താവ് പ്രവർത്തിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ നമ്മള് ആ ദൂത് അവിടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുവാനായിട്ട് കഴിയും. തിയോഫിലോസിനോട് പറയുക, ആമേ തിയോഫിലോസേ, ആമേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്ര പുസ്തകം എന്ന് പറയുന്നത് യേശു കർത്താവ് ഉപദേശിച്ചത്, യേശു കർത്താവ് ചെയ്തത്. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ പുസ്തകത്തിനകത്ത് കർത്താവ് ഉപദേശിച്ചതും ചെയ്തതുമല്ല, പകരം കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ, നമുക്കറിയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിൽ, ആമേൻ, വന്നതൊരു നിയോഗവുമായിട്ടാണ്. ഹല്ലേലൂയ, ആമേൻ. 33 കൊല്ലം ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചെങ്കിലും 3.5 കൊല്ലമാണ് കർത്താവ് ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുവാനായിട്ടിടയായത്. നമ്മൾ ചിന്തിക്കും, ആമേൻ, 33.5 കൊല്ലത്തിൽ ഈ ഭൂമിയിൽ നിന്ന് പോകുക എന്ന് പറയുന്നത്, ആമേൻ, വളരെ ദയനീയമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. കാരണം ആമേൻ, രക്തം തിളയ്ക്കുന്ന ഒരു പ്രായം. ഇപ്പോൾ സഭാ ശുശ്രൂഷയിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആമേൻ, ഓരോ സഭയിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചൊക്കെ പോകുന്നത്, ആമേൻ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 3 വർഷം 4 വർഷം വരെയൊക്കെയാണ് ഒരു സഭയിൽ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ കേവലം ഒരു ചർച്ചിൽ മാത്രം ഇരിക്കുന്ന ഒരു ചെറിയ ടൈം പീരീഡ് ആണ് കർത്താവ് ശുശ്രൂഷിപ്പാനായിട്ടിടയായത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 33.5 കൊല്ലം എന്ന് പറയുന്നത്, ആമേൻ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ടൈമിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം PG ഒക്കെ ചെയ്ത് ഒന്ന് ജോലിയിലോട്ടൊന്ന് പ്രവേശിക്കുന്ന സമയമാണ്. ആമേൻ, ഒന്നും ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളരെ ചെറുപ്പമായ ഒരു സമയം, ആ സമയത്ത് കർത്താവ് ഈ ലോകം വിട്ടു പോകുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, കർത്താവ് സമയത്തിന് മുമ്പ് ഈ ലോകം വിട്ടു പോയതല്ല കേട്ടോ. പകരം നമ്മുടെ കർത്താവ് താൻ ഏത് മിഷനായിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത്, ആ മിഷൻ പൂർത്തീകരിച്ചതിന് ശേഷമാണ്. അത് 33.5 കൊല്ലമാണെങ്കിൽ 33.5 കൊല്ലം, ആമേൻ, കർത്താവ് തന്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതല്ലേ ആമേൻ, യോർദാൻ നദിയിൽ യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനെ, ഇപ്പോൾ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്ക് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞ് ആമേൻ നിവർത്തിക്കാൻ ആരംഭിച്ച കർത്താവ് ആണ്ടേ കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ടെറ്റലസ്റ്റ എന്ന് പറഞ്ഞ് ആമേൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ നിലവിളിക്കുകയല്ല, വിലപിക്കുകയല്ല, കരയുകയല്ല, മാറത്തടിക്കുകയല്ല, പകരം ഒരു വിജയ പേരി മുഴക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ നിയോഗം പൂർത്തീകരിച്ചു, പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവ് ആമേൻ കാൽവരി ക്രൂശിൽ വെച്ച് ഏത് മിഷനായിട്ടാണോ ഈ ഭൂമിയിൽ വന്നത്, ആ മിഷൻ തീർത്തതിനന്തരമായി കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി എന്നെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരു നിയോഗം ഉണ്ടായിരുന്നു. ആ നിയോഗം പൂർത്തീകരിച്ചു. പക്ഷേ ദൈവരാജ്യത്തിന്റെ നിയോഗം തീർന്നിട്ടില്ല. കർത്താവിന്റെ നിയോഗമാണ് അവസാനിച്ചത്. ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്ന മിഷൻ അവസാനിച്ചു എങ്കിലും കർത്താവ് ഏത് ഉദ്ദേശത്തോടു കൂടെയാണോ ഈ ഭൂമിയിലേക്ക് വന്നത്, ആ ഉദ്ദേശം കർത്താവ് നിവർത്തിച്ചു എങ്കിലും ദൈവരാജ്യത്തിന്റെ നിയോഗം അവസാനിച്ചിട്ടില്ല. ദൈവരാജ്യത്തിന്റെ നിയോഗം അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ, താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അടുത്ത ബാറ്റൺ കൈമാറേണ്ടതിന്, അടുത്ത പരിശുദ്ധാത്മാവ് യേശുവിനെ ഉപയോഗിച്ചതുപോലെ അടുത്ത ദൈവരാജ്യത്തിന്റെ നിയോഗത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് എന്ത് ചെയ്യാണ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുപേരെ തെരഞ്ഞെടുത്തു വെക്കുവാനായിട്ടിടയായി. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, കർത്താവിന്റെ ദാസിമാരെ, ഞാനൊരു ദൂത് ഇങ്ങനെ പറയട്ടെ, കർത്താവ് അന്ന് തെരഞ്ഞെടുത്തു വെച്ചവരെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു കേട്ടോ. സത്യമായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തു വെച്ചവരെ തീ പോലെ, ആമേൻ, കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാനായിട്ടിടയായി. പക്ഷെ ഒരു കാര്യം, നമ്മുടെ കർത്താവ് ശുശ്രൂഷ തികച്ച് കടന്നുപോയതുപോലെ ആ ഭക്തന്മാരും അവരവരുടെ ശുശ്രൂഷ തികച്ച് കടന്നു പോകുവാനായിട്ടിടയായി. പക്ഷെ ദൈവരാജ്യത്തിന്റെ നിയോഗം അവസാനിച്ചിട്ടില്ല. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ദൈവരാജ്യത്തിന്റെ നിയോഗത്തിനായി അവരിലൂടെ, അന്നത്തെ അപ്പോസ്തലന്മാരിലൂടെ അടുത്ത ജനറേഷൻ പുറത്തു വന്നു. അവരിലൂടെയും പരിശുദ്ധാത്മാവ്
കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. അതിശക്തമായ വേലകൾ നടക്കുവാനായിട്ടിടയായി. ഇനി കേൾക്കണേ പ്രിയപ്പെട്ടവരെ, അവരും അവരുടെ നിയോഗങ്ങൾ പൂർത്തീകരിച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായി. കണ്ടേ, ഇപ്പോൾ ഈ 21ാം നൂറ്റാണ്ടിലും ദൈവരാജ്യത്തിന്റെ നിയോഗം അവസാനിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ദൈവ നിയോഗത്തിനായി ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം നെഞ്ചത്തിൽ കൈവച്ചൊന്ന് ആത്മാവിൽ പറഞ്ഞേ, എന്റെയും പരിശുദ്ധാത്മ ഉപയോഗിക്കാൻ പോകുകയാണ്. അന്ന് അഭിഷക്തന്മാരെ ഉപയോഗിച്ച പരിശുദ്ധാത്മാവ്, അന്ന് അപ്പോസ്തലന്മാരെ നിയോഗത്തിനായി ഉപയോഗിച്ച പരിശുദ്ധാത്മാവ്, അപ്പോസ്തലന്മാരെ അടുത്ത തെരഞ്ഞെടുത്ത് വെച്ചവരിലൂടെ ആത്മ ഉപയോഗിച്ചതുപോലെ എന്നെയും ദൈവാത്മാവ് ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ആത്മനിയോഗങ്ങൾക്കായി ഉപയോഗിക്കാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവജനത്തിനായി, അഭിഷക്തന്മാർക്കായി, കർത്തൃദാസിമാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, അപ്പോൾ നോക്കിക്കേ, കർത്താവ് തെരഞ്ഞെടുത്തു വെച്ചവരിലൂടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാണ്? പ്രവർത്തിക്കുക. സ്തോത്രം. ഇനി കേൾക്കുക, നമുക്കറിയാം ഈ അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ ലൂക്കോസ് പറയുന്നുണ്ടല്ലോ, കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ ചെയ്യുന്നതായ പ്രവർത്തികളാണ്. അപ്പോൾ എന്റെ ഒരു ചോദ്യം, കർത്താവ് തെരഞ്ഞെടുത്ത് വെച്ചവർ എന്ന് പറയുമ്പോൾ കുറഞ്ഞ പക്ഷം 11 പേര് ആ കൂട്ടത്തിൽ കാണും, അല്ലെ? കുറഞ്ഞ പക്ഷം 11 പേര് കാണും. മർക്കോസിന്റെ മാളിക മുറിയിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നത് പോലും 120 പേരാണ്. സ്നാനപ്പെട്ടത് 3000-ലധികം പേര്. അപ്പോൾ ആരംഭത്തിലെ ശിഷ്യന്മാര്, കർത്താവ് ഉപയോഗിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്ന സംഖ്യ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ ഈ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ സസൂക്ഷ്മം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഫാക്ട് ഉണ്ട്. എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പുസ്തകം ഉടനീളം ഞാൻ പരിശോധിച്ചപ്പോൾ 28 അധ്യായങ്ങളുള്ള ചാപ്റ്റേഴ്സ് ഉള്ള ഈ പുസ്തകത്തിനകത്ത് ആരംഭത്തിലെ 7 അധ്യായങ്ങൾ പത്രോസിനെ കുറിച്ച് പറയുന്നു, പത്രോസിന്റെ പ്രവർത്തികളെ കുറിച്ച് പറയുന്നു. അതിനുശേഷം 28 അധ്യായങ്ങൾ വരെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസിനെ കുറിച്ചാണ്. പൗലോസിന്റെ മാനസാന്തരം ഉൾപ്പെടെയുള്ള, പൗലോസിനെ കർത്താവ് ദമസ്കോസിൽ വെച്ച് പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള പൗലോസിന്റെ റോമിലേക്കുള്ള, ഇറ്റലിയിലേക്കുള്ള കപ്പൽ യാത്ര വരെയുള്ള 28 അധ്യായങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ. എന്താണ് ലൂക്കോസ് പറയുന്നത്? കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ ചെയ്തതായ പ്രവർത്തികൾ രേഖപ്പെടുത്തുവാൻ ഞാൻ എഴുതുന്നതായ പുസ്തകം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം വായിച്ചപ്പോൾ കേവലം 2 അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ മാത്രമേ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു ദൂത് നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു വന്ന ആശയം ഒരിക്കൽ കൂടെ ഒന്ന് വിശദീകരിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന് പറയുകയും കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തതായ പ്രവൃത്തി പുസ്തകങ്ങൾ എന്ന് പറയുകയും, പക്ഷേ പുസ്തകത്തിനകത്ത് കേവലം 2 പേരുടെ പേരുകൾ മാത്രമേ, അവരുടെ പ്രവർത്തികൾ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് നൽകിയ ഒരു ചിന്തയും ബോധ്യം ഇതാണ്. 28 അധ്യായങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ടല്ലോ. നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഇൻട്രൊഡക്ഷൻ ഈ പുസ്തകത്തിനുണ്ട്, വളരെ മനോഹരമായ. ഞാൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത്ര മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ വേറെ ഒരു പുസ്തകത്തിനും കാണത്തില്ല. അത്ഭുതപ്പെടാനില്ല, കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ പുസ്തകമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ചുള്ള പുസ്തകമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഈ പുസ്തകത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ, 28ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പുസ്തകത്തിനൊരു കൺക്ലൂഷൻ ഇല്ല കേട്ടോ. ഹല്ലേലൂയ. ഈ പുസ്തകത്തിനൊരു വിരാമമില്ല. വളരെ വൃത്തിയായിട്ട് അച്ചടക്കത്തോടെ ആരംഭിച്ചതായ പുസ്തകത്തിന് വൃത്തിയുള്ള മനോഹരമായ ഒരു കൺക്ലൂഷൻ ഇല്ല. ഞാന് ഈ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം, അതിന്റെ അവസാനത്തെ ഭാഗമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഇങ്ങനെ ഒന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അതെ, ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഈ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു പോയിന്റ് ഇങ്ങനെ കൺവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കറണ്ട് പോയി എന്ന് വിചാരിക്കുക. ഇവിടെ ഇന്ത്യയിൽ, ഞാനിപ്പോൾ ആയിരിക്കുന്ന വെസ്റ്റ് ബംഗാളില്
ആമേൻ. വൈഫൈ കണക്ഷൻ പോകുമോ, കറണ്ട് പോയി എന്ന് വിചാരിക്കുക. ആമേൻ. എന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആമേൻ അത് കംപ്ലീറ്റ് സ്റ്റക്ക് ആകുന്നു, വീഡിയോ സ്റ്റക്ക് ആകുന്നു, ഓഡിയോ സ്റ്റക്ക് ആകുന്നു. നിങ്ങൾ തുടർന്ന് ഒന്നും കേൾക്കുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ജോൺ പാസ്റ്റർ പറഞ്ഞു തീർന്നില്ല, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നെറ്റ്വർക്കിന്റെ കണക്ഷൻ പോകുകയോ ഇലക്ട്രിസിറ്റി പോകുകയോ ചെയ്തു. പക്ഷെ ജോൺ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, എന്തോ പറയാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് തോന്നത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകത്തില്ലേ? ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കറണ്ട് പോയാൽ നിങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ വാസ്തവത്തില് എനിക്ക് അനുഭവപ്പെട്ടത് ഇത് തന്നെയാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഈ പുസ്തകം അവസാനിച്ചിട്ടില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ പുസ്തകത്തിനൊരു കൺക്ലൂഷൻ ഇല്ലാത്തതിന്റെ കാരണം, ഈ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ പുസ്തകമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ചുള്ള പുസ്തകമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ പുസ്തകത്തിനൊരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ചുള്ള പുസ്തകം അവസാനിച്ചു എന്നാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ അവസാനിച്ചു എന്നാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ, അവൻ പകലാണെന്ന് എനിക്കറിയത്തില്ല, സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. ഈ പുസ്തകത്തിന് കൺക്ലൂഷൻ ഇല്ലാത്തതിന്റെ കാരണം, അന്ന് അമേരിക്കയിലും ന്യൂയോർക്കിലും ഡാളസിലും, ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന പല പട്ടണങ്ങളിൽ പരിശുദ്ധാത്മാവ്, എന്റെ അഭിഷക്തനെ, കർത്താവിന്റെ ദാസിയെ, നിങ്ങളെ ഈ തലമുറയിൽ ദൈവാത്മാ ഉപയോഗിക്കുന്നത് കൊണ്ട് ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തിക്ക് ഒരു കൺക്ലൂഷൻ കൊടുത്തില്ല. എത്ര പേര് ഇന്ന് സമയം ദൈവത്തിന് നന്ദി പറയും യേശുവിന്റെ നാമത്തിൽ. ഇതൊരു അബദ്ധം പറ്റിയതല്ല, ഇത് ലൂക്കോസ് വിട്ടുപോയതല്ല, ലൂക്കോസ് മറന്നുപോയതല്ല. പകരം ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, ആത്മാവ് ശക്തമായ ഗൈഡ് ലൈൻ കൊടുത്തു, ഗൈഡൻസ് കൊടുത്തു. ഈ പുസ്തകം കൺക്ലൂഡ് ചെയ്യരുത്. കാരണം ഇത് കേവല പത്രോസിന്റെ പ്രവർത്തികളുടെ പുസ്തകമല്ല, ഇത് കേവല പൗലോസിന്റെ പ്രവർത്തികളുടെ പുസ്തകമല്ല, കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ ആത്മാവ് ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ചുള്ള പുസ്തകമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ചിന്ത ഞാൻ ഇങ്ങനെ ഒന്ന് കൈമാറാം. അതുകൊണ്ട് ഈ പുസ്തകത്തിനകത്ത് പൗലോസിന്റെ വന്നു, ഈ പുസ്തകത്തിന്റെ അകത്ത് പത്രോസിന്റെ വന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരില് യോഹന്നാൻ ഒഴികെയുള്ള ബാക്കി 11 അപ്പോസ്തലന്മാരും രക്തസാക്ഷിത്വ മരണം സ്വീകരിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ തീ പോലെ നിന്നവരാണ്, കൊടുങ്കാറ്റ് പോലെ നിന്നവരാണ്. അവരിലൂടെ ഒക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടതെന്ന് പറഞ്ഞാൽ അസാധാരണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ അതൊന്നും ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് വന്നിട്ടില്ല. ഹല്ലേലൂയ. എന്തിനേറെ പറയും, നമ്മുടെ കർത്താവിന്റെ പ്രവർത്തികൾ പോലും ഈ പുസ്തകത്തിനകത്ത് വന്നിട്ടില്ല. പക്ഷെ ഭാരപ്പെടണ്ട കേട്ടോ. ഒരു കാര്യം ആത്മാവിൽ ഞാൻ കൈമാറട്ടെ. ആമേൻ. പത്രോസിന്റെ പൗലോസിന്റെയും ഒഴികെ ബാക്കി മുഴുവൻ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ വന്നിട്ടില്ല എന്നതുപോലെ തന്നെ എന്റെയും നിങ്ങളിലൂടെയും ആത്മാവ് കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, ആമേൻ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ പരിശുദ്ധാത്മാവിലൂടെ നടന്നതായ അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ, മാനസാന്തരങ്ങൾ യേശുവിന്റെ നാമത്തിൽ, അതൊന്നും ഈ പുസ്തകത്തിനകത്ത് വന്നിട്ടില്ല. ഭാരപ്പെടണ്ട. പത്രോസ് എഴുതുന്ന തന്റെ ലേഖനത്തിനകത്ത് ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട്: യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയില് മാനത്തിനും പുകഴ്ചയ്ക്കും തേജസ്സിനും കാണാൻ ഇടവരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയതായ ഈ പ്രവർത്തി പുസ്തകങ്ങൾക്കകത്ത് നമ്മളിലൂടെ ആത്മാവ് ചെയ്തത് വന്നിട്ടില്ലെങ്കിലും, താണ്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പ്രത്യക്ഷത എന്നൊരു ദിവസമുണ്ട് കേട്ടോ. അന്ന് സകല ദൂതന്മാരുടെ നടുവിൽ, സകല ഭക്തന്മാരുടെ നടുവിൽ, വിശുദ്ധന്മാരുടെ നടുവിൽ, അത് അമേരിക്കയിലുള്ള കേവലം ദൈവമക്കളുടെ കോൺഗ്രിഗേഷൻ അല്ല കേട്ടോ, UK-യിലുള്ള ദൈവമക്കളുടെ കോൺഗ്രിഗേഷൻ അല്ല കേട്ടോ, കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു വലിയ സഭയുടെ ജനറൽ കൺവെൻഷൻ അല്ല കേട്ടോ. ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ച സകല വിശുദ്ധന്മാരുടെയും സർവദൂത സൈന്യങ്ങളുടെയും നടുവിൽ ഭക്തന്മാരെ മുന്നിൽ നിർത്തി അവരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവർത്തികളെ വിളംബരം ചെയ്ത് നമ്മളിലൂടെ ദൈവാത്മാവ് ചെയ്ത പ്രവർത്തികളെ വ്യക്തമാക്കി തേജസ്സിനായി, മാനത്തിനായി, പുകഴ്ചയ്ക്ക് കാണുവാൻ ഇടവരുമെന്ന് പത്രോസ് നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്. എത്ര പേർക്ക്
ഈ സമയം കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ആമേ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നുണ്ടോ, ആമേ ഞാൻ ചെയ്തത് ആരും കണ്ടിട്ടില്ല, ഞാൻ ചെയ്തത് ഒരു അപ്രിസിയേഷൻ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല, ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ആമേൻ ഒരാൾ പോലും കാണുന്നില്ല, ആമേൻ ആരും കൂടെ നിൽക്കാനില്ല, ആരും പ്രാർത്ഥിക്കാനില്ല, ആമേൻ ഒരു വാക്ക് പോലും ആമേൻ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാനില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാരപ്പെടണ്ട കേട്ടോ. നിങ്ങൾ ചെയ്തത് ലോകത്തിലെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തതും പ്രവർത്തിച്ചതും മുടക്കിയതും ഹല്ലേലൂയ ഒരു വ്യക്തിയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. There is a day, the appearance day. കർത്താവിന്റെ പ്രത്യക്ഷതയുടെ ഒരു ദിവസമുണ്ട് കേട്ടോ. അന്ന് ആമേ കാണാതെ പോയവരും മനഃപൂർവമായി കണ്ണടച്ചു കളഞ്ഞവരും ആമേ സർവ്വജനത്തിന്റെയും നടുവിൽ നമ്മൾ ചെയ്തത് എണ്ണി എണ്ണി പറഞ്ഞ് നമ്മളെ ആദരിക്കുന്ന ദിവസമുണ്ട്. ഒന്ന് കരമടിച്ചൊക്കെ നിങ്ങളുടെ ഭവനത്തിലാണെങ്കിലും ആമേ ഒന്ന് കരമടിച്ച് ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്ത് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞേ, എന്നെ ദൈവം ഹോണർ ചെയ്യുന്ന ദിവസമുണ്ട്, എന്നെ ദൈവം ഓറി കൊണ്ട് പൊതിയുന്ന ദിവസമുണ്ട്, എന്നെ ദൈവം മാനിക്കുന്ന ദിവസമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, അതാണ്ട് ആമേൻ. അപ്പോൾ ആമേൻ ലൂക്കോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാണ്? കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നതായ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാനായിട്ടുള്ള കാരണം, കർത്താവ് തെരഞ്ഞെടുത്തവരിലൂടെ ആത്മാവ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് യേശു കർത്താവ് ഈ തെരഞ്ഞെടുത്തവരെ ഉപയോഗിക്കാൻ, കേവലം കർത്താവ് ഞാൻ പോവാ കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചു പേരെ നിന്നെ ഞാൻ വെക്കുന്നു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്ത്, നിന്റെ പേര് എഴുതിയിരിക്കുന്നു, ഭാരപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തമായി നിന്നെ ഉപയോഗിച്ചുള്ളത് പറഞ്ഞ് കർത്താവ് കുറച്ചു പേരുടെ പേര് ഒരു രജിസ്റ്റർ ബുക്കിനകത്തോട്ട് എഴുതി വെച്ചിട്ട് പരിശുദ്ധാത്മാവ് വന്ന രജിസ്റ്റർ ബുക്ക് നോക്കി ഉപയോഗിക്കൊന്നും ആയിരുന്നില്ല കേട്ടോ. പകരം ഹല്ലേലൂയ, കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ തെരഞ്ഞെടുത്തവർക്ക് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാനായിട്ടിടയാണ്. ഹല്ലേലൂയ. കാരണം കർത്താവിന് അറിയാം, പരിശുദ്ധാത്മ ഉപയോഗിക്കണമെങ്കിൽ ഇവരുടെ അകത്ത് ചില പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേര് മനസ്സുകൊണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ദൈവാത്മ ഉപയോഗിക്കണം. എത്ര പേര് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഈ പ്രെയർ ലൈനിൽ ആ ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന വിശുദ്ധന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഐ വാണ്ട് ദ ലോർഡ് ടു യൂസ് മീ. എന്നെ ദൈവത്തിന്റെ ആത്മ ഉപയോഗിക്കണം. അങ്ങനെ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? വേറെ പറയുക, നിങ്ങള് അമേരിക്കയിലാകട്ടെ, യൂറോപ്പില് എവിടെയെങ്കിലും ആകട്ടെ, നിങ്ങൾ കേരളത്തിലാകട്ടെ, നോർത്ത് ഇന്ത്യയിലാകട്ടെ, വേറെ പറയുക, ഇന്ന് എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും, കർത്താവെ എന്നെ ഉപയോഗിക്കണം. അന്ന് കർത്താവ് ഉപയോഗിച്ചതുപോലെ, പരിശുദ്ധാത്മ ഉപയോഗിച്ചതുപോലെ എന്നെയും പരിശുദ്ധാത്മ ഉപയോഗിക്കണം. അങ്ങനെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്നവരോട് ഒരു ദൂത് എനിക്ക് കൈമാറാനുണ്ട്. നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് ചില പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, കർത്താവ് കേവലം കുറച്ചുപേരെ തെരഞ്ഞെടുത്തു വെച്ച് അവരുടെ പേരെഴുതി വെച്ച് അങ്ങനെ പേരെഴുതി വെച്ചവരെ പരിശുദ്ധാത്മ ഉപയോഗിക്കായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ആമേൻ, അപ്പോസ്തലന്മാരെല്ലാരും കൂടെ യൂദയുടെ ഒഴിവ് അങ്ങോട്ട് പരിഹരിക്കാനായിട്ട് അവരെല്ലാരും കൂടെ തെരഞ്ഞെടുത്ത് വെച്ചൊരു മനുഷ്യനുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരൊക്കെ നമുക്ക് പുസ്തകത്തിനകത്ത് കാണാമെങ്കിലും പരിശുദ്ധാത്മ ഉപയോഗിച്ചതായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രജിസ്റ്ററിനകത്ത് പേര് ഇരിക്കുന്നു എന്ന് കണ്ടിട്ടല്ല ആത്മ ഉപയോഗിക്കുന്നത്. പകരം കർത്താവ് പറയുന്ന ചില ഉപാധികൾ, കർത്താവ് പറയുന്ന ചില കമാൻഡ്സ് കേൾക്കുവാൻ നമ്മൾ റെഡിയാകണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവിടെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ കർത്താവ് ഈ തെരഞ്ഞെടുത്തവരെ പ്രിപ്പയർ ചെയ്യുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഞാൻ അതൊന്ന് എണ്ണി പറഞ്ഞ്, ഒത്തിരി ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ, അത് മാത്രം ഒന്ന് വിശദീകരിച്ച് ഞാൻ എന്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സമയം തീരാറായെന്ന് ഞാൻ ചിന്തിക്കുന്നു. എത്ര മിനിറ്റ് കൂടെ ഉണ്ടെന്ന് എന്നോട് ഒന്ന് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ദയവായി ഒന്ന് പറയാമോ എത്ര മിനിറ്റ് കൂടെ ബാക്കിയുണ്ടെന്ന്? സമയം എടുത്തോ, കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യൻ 7 മണി വരെ എടുത്തു. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് അടുത്ത പരിശുദ്ധാത്മ ഉപയോഗിക്കാൻ പോകുന്നവരിൽ കർത്താവ് ചെയ്ത ചില പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്
കർത്താവ് അവർക്ക് കമാൻഡ്സ് കൊടുക്കുവാനായിട്ട് ഇടയായി. ശ്രദ്ധിച്ചു കേൾക്കണേ. മലയാളത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, കർത്താവ് അവരോട് കൽപ്പിച്ചു. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, ആമേൻ, ഗോഡ് ജീസസ് കമാൻഡഡ് ദം. കർത്താവ് എന്ത് ചെയ്യാണ്? അവരോട് കൽപ്പിച്ചു. എനിക്ക് ആ വാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് നിർദ്ദേശിച്ചു എന്നല്ല, കർത്താവ് കുറച്ച് സജഷൻസ് കൊടുത്തു എന്നല്ല, റാദർ ജീസസ് കമാൻഡഡ് ദ സെലക്ടഡ് വൺസ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആമേൻ, കർത്താവ് ഈ തെരഞ്ഞെടുത്തു വെച്ചവരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, ആമേൻ, കർത്താവിന് മനസ്സിലായി, ഞാൻ ഉഴപ്പിയൊന്നും ഇവരോടൊന്നും പറഞ്ഞാൽ പോരാ, ഞാൻ ഇനി ഇവരിൽ വരുത്തേണ്ടുന്നതായ ചില മാറ്റങ്ങൾ കമാൻഡായിട്ട് കൊടുക്കണം. ശ്രദ്ധിച്ചു കേൾക്കണേ പ്രിയപ്പെട്ടവരെ. കർത്താവ് എന്ത് ചെയ്യാണ്? കർത്താവിന് പറയാനുള്ളത് കമാൻഡായിട്ട് നൽകുകയാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളോടൊക്കെ പരിശുദ്ധാത്മാവ് പല വിധത്തിൽ ഇടപെടാറുണ്ട്. ആമേൻ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ, rather than receiving it as a command, we many a time receive it as a suggestion. Hallelujah. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദൈവാത്മാവ് നമ്മളോട് പറയുക, നീ പോകണം. നമ്മൾ അതിന് എന്തായിട്ട് കാണും? പരിശുദ്ധാത്മാവ് പറഞ്ഞ കമാൻഡ്, പോകുക എന്ന് പറഞ്ഞ കമാൻഡിനെ നമ്മൾ എങ്ങനെ കാണും? ഒരു സജഷൻ ആയിട്ട് കാണും. പോയാൽ കൊള്ളാം, പോയില്ലേ കുഴപ്പമൊന്നുമില്ല. ആമേൻ. ദൈവാത്മാവ് നമ്മളോട് പറയുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്, എഴുന്നേൽക്കുക, അർദ്ധരാത്രി നമ്മളെ തട്ടി ഉണർത്തുക ആത്മാവ്. നമ്മൾ അതിനെ എന്തായിട്ട് കാണുകയാണ്? ഇറ്റ്സ് എ കമാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൽപ്പനയാണ്, ഒരു കമാൻഡ് ആണ്. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ കാണും? നമ്മൾ അതിനെ ഒരു സജഷൻ ആയിട്ട് കാണും, നമ്മൾ അതിനെ ഒരു നിർദ്ദേശമായിട്ട് കാണും. പ്രശ്നം എന്നറിയാമോ? ആമേൻ. ദൈവാത്മാവിന്റെ ഇടപെടലുകൾക്ക് നമ്മൾ സീരിയസ് കൊടുത്തില്ല എങ്കിൽ, നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കണ്ടില്ല എങ്കിൽ, ആമേൻ, 1-2 തവണയൊക്കെ ദൈവാത്മാവ് ഇടപെടും. അതിനുശേഷം ദൈവാത്മാവിന് പിന്നെ ഇടപെടുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത് ഇൻസ്ട്രക്ഷൻസ് അല്ല, പകരം കമാൻഡാണ്, കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് കൊടുക്കുന്ന കമാൻഡ് എന്താണ് കൂടെ ഞാൻ പറയാം. ആമേൻ. എന്താണ് കർത്താവ് കൊടുക്കുന്ന കമാൻഡ്? നിങ്ങൾ വലിയൊരു കെട്ടിടം ഉണ്ടാക്കണം, നിങ്ങൾ വലിയ ആമേൻ ഒരു സിറ്റി ചർച്ച് ആരംഭിക്കണം, ജെറുസലേം സിറ്റി ചർച്ച് ആരംഭിക്കണം എന്നാണോ കർത്താവ് കൊടുക്കുന്ന കമാൻഡ്? ഹല്ലേലൂയ. ഇവിടുത്തെ ചർച്ച് ഏറ്റവും വലിയ ചർച്ച ആയിരിക്കണം, അല്ലെ അങ്ങനെ വല്ല കമാൻഡാണോ കർത്താവ് കൊടുത്തത്? അതൊന്നും അല്ല കേട്ടോ. ആ കമാൻഡ് എന്താണെന്ന് ഇവിടെ വ്യക്തമല്ല എങ്കിലും നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ അവൻ അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. എത്ര പേരൊരു സ്തോത്രം പറയും? എന്നെ കേൾക്കുന്ന ഈ പ്രയർ ലൈനിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. ആമേ, കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ കമാൻഡ് എന്താണെന്നറിയാമോ? കർത്താവ് നമ്മളോട് പറഞ്ഞ കമാൻഡ് എന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം, ഗോസ്പൽ പ്രീച്ച് ചെയ്യുക എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ എന്റെ സാക്ഷ്യം, ഞാൻ സൗദി ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ആമേ. നോർത്ത് ഇന്ത്യ ആയിട്ട് യാതൊരു ബന്ധം എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാന് എഞ്ചിനീയർ ആയിട്ട് ആമേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ആമേ, പരിശുദ്ധാത്മാവ്, ഞാന് ആമേ UK-യിലും ആമേ അയർലൻഡിലൊക്കെ പോകാൻ ആഗ്രഹിച്ച് ആമേ IELTS ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എഞ്ചിനീയർ ആയിരുന്ന സമയത്ത്. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആമേ, ഞാൻ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് ആമേ പെട്ടെന്ന് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആമേ. ഹല്ലേലൂയ. എന്നെ ഒരു നോർത്ത് ഇന്ത്യൻ മിഷണറി ആക്കുവാനായിട്ട് ഇടയായി. ഇന്ന് ഈ വചനം എനിക്ക് ധൈര്യമായി നിങ്ങളോട് കൈമാറുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ ഈ ദൂത് കൈമാറട്ടെ. നിങ്ങളോട് ദൈവാത്മാവ് പറയുകയാണ്, ആമേ, ഒരു സ്ഥലത്തേക്ക് പോകുവാൻ ആത്മാവ് നിങ്ങളെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് നിങ്ങൾക്ക് പ്രേരണ നൽകി കഴിഞ്ഞാൽ, ആത്മാവ് നിങ്ങളോട് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ദേശത്തെ കുറിച്ച്, ഒരു ഗ്രാമത്തെ കുറിച്ച്, ഒരു പട്ടണത്തെ കുറിച്ച് ആത്മഭാരം ദൈവം നിങ്ങൾക്ക് നൽകിയാൽ, പിന്നെ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഇത് കർത്താവിന്റെ നിർദ്ദേശമല്ല, ഇറ്റ്സ് എ കമാൻഡ് ഓഫ് ഗോഡ്. നിങ്ങൾ പോകുക, പുറപ്പെടുക, ഗോ ഗോ ഗോ. പോയാ കൊള്ളാം, ആമേൻ, ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു ഗോ എന്നല്ല പ്രിയപ്പെട്ടവരെ, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. ഹല്ലേലൂയ. നോക്കിക്കേ, കർത്താവ്
കമാൻഡ് കൊടുക്കുകയാണ്. ഗ്രേറ്റ് കമ്മീഷൻ ഈസ് എ കമാൻഡ് ഓഫ് ഗോഡ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആമേൻ, ഗ്രേറ്റ് കമ്മീഷൻ ഈസ് നോട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ഓഫ് ഗോഡ്. Great Commission is not a suggestion for the church, rather it's a command of God. ദൈവത്തിന്റെ കമാൻഡാണ്, ആമേ, കൽപ്പനയാണ്. എത്ര പേര് ഈ വചനം കേൾക്കുമ്പോൾ ഈ പ്രയർ ലൈനിൽ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കും, കർത്താവേ ഹല്ലേലൂയ, ഈ പ്രയർ ലൈനിൽ കേവലം പങ്കെടുക്കുക മാത്രമല്ല, ഈ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്നതിനാൽ ഞാൻ ശക്തി പ്രാപിച്ച്, ഞാൻ ഉണർവ് പ്രാപിച്ച്, ഞാൻ ആമേൻ ഒരു മിഷൻ ഉള്ളവനായി, ആമേ, കർത്താവ് എന്നെ അയക്കും ഇടങ്ങളിൽ പോകുവാൻ തക്കവണ്ണം, എന്റെ തലമുറകളെ അയക്കുവാൻ തക്കവണ്ണം, ഓ റബ ശാന്തലരബ, എന്റെ മേലൊരു ആത്മശക്തി വ്യാപരിക്കട്ടെ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കും? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആമേ, കർത്താവ് എന്ത് ചെയ്യാണ്? അവർക്ക് കമാൻഡ് കൊടുക്കുകയാണ്. ഒന്നാമത് ആമേ നടക്കുന്ന പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ജീസസ് ഗേവ് ദം ദ കമാൻഡ്സ്. ഹല്ലേലൂയ. ഇറ്റ്സ് നത്തിങ് എൽസ് ആമേൻ ബട്ട് ദ ഗ്രേറ്റ് കമ്മീഷൻ, പോകുക എന്നുള്ള കൽപ്പന. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ കാര്യം കർത്താവ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആമേൻ, 40 ദിവസങ്ങള്, 40 ഡേയ്സ്, 40 ദിവസങ്ങള് കർത്താവ് ആമേൻ തന്റെ ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. 40 ദിവസങ്ങൾ. ഈ 40 ദിവസം കർത്താവ് എന്താണ് ചെയ്തത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. 40 ദിവസങ്ങൾ കർത്താവ് എന്താ ചെയ്തത്? 40 ദിവസങ്ങള് ഒറ്റ മെസ്സേജ് കൈമാറി. ഒറ്റ മെസ്സേജ്. നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ? ആമേൻ. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ ആണ് നടക്കാന്ന് വിചാരിക്കുക. ഇതിപ്പോ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ ആണെന്ന് വിചാരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു 5ാമത്തെ ദിവസമാണ് ഈ പങ്കെടുക്കുന്നത്. സ്തോത്രം. ആമേൻ. ഈ 21 ദിവസവും ഞാൻ തന്നെയാണ് പ്രസംഗിക്കുന്നതെന്ന് വിചാരിക്കുക. ആമേ, ആദ്യത്തെ 4 ദിവസങ്ങൾ ഞാൻ ഒരു മെസ്സേജ് പ്രസംഗിച്ചു. ഇന്നും ഞാൻ അതേ മെസ്സേജ് പ്രസംഗിച്ചു. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായി നാളെയും ഞാൻ ഇതേ മെസ്സേജ് പ്രസംഗിക്കാൻ പോകുന്നത്? ആമേ. ഇപ്പോൾ നമ്മുടെ ഒരു 12 പേര് ഈ പ്രയർ ലൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്റെ ചോദ്യം, നാളെ ഈ 12 പേരിൽ എത്ര പേര് കാണും ഞാൻ ഇന്നലെ പ്രസംഗിച്ച, ഇന്ന് പ്രസംഗിച്ച അതേ പ്രസംഗമാണ് നാളെയും പ്രസംഗിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ ചിന്തിക്കുന്നത്, ഞാനും കാണും. സൂം ഒന്ന് ഓപ്പൺ ആക്കണമല്ലോ, ഹോസ്റ്റും കാണും. സ്വോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. മനസ്സിലായോ? ഞാനും കാണും, ഹോസ്റ്റും കാണും. വേറെ ആരും ഈ മീറ്റിംഗ് കാണാൻ ഒരു സാധ്യതയില്ല. കാരണം നിങ്ങൾക്കറിയാം ഞാൻ എന്താ പ്രസംഗിക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, 40 ദിവസങ്ങൾ കർത്താവ് പ്രസംഗിച്ച ഒറ്റ പ്രസംഗമാണ്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് പറയല്ല കേട്ടോ. ആണ്ടെ നമ്മളോട് വായിക്കും, 40 ദിവസങ്ങൾ അവൻ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആലില് പറഞ്ഞുകൊണ്ട്, ദൈവ രാജ്യ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 40 ദിവസങ്ങൾ കർത്താവ് പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? ദൈവരാജ്യത്തെ കുറിച്ചാ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ആമേൻ, ഇടയ്ക്കൊക്കെ ഒന്ന് ആമേ പ്രസംഗത്തിനൊന്ന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ദാവീദിന്റെ കാര്യമോ, ദാവീദ 5 കല്ലെടുത്ത് ഗോലിയാത്തിനെ വീഴ്ത്തിയ കാര്യമോ, അല്ലെങ്കിൽ മോശയുടെ വടിയോ, സാംസന്റെ ആ കൈകയിലുണ്ടായിരുന്ന പച്ചത്താടിയല്ലോ, ഇതൊക്കെ ഒന്നും എടുക്കണ്ടായിരുന്നു. സ്വത്രം. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കർത്താവിന്റെ മെസ്സേജിനകത്ത് വന്നില്ല കേട്ടോ. കർത്താവ് പ്രസംഗിച്ചത് ഒറ്റ വിഷയമാണ്, ദൈവരാജ്യം. ദൈവരാജ്യം. അതിന്റെ കാരണം എന്നാ? കർത്താവിന് മനസ്സിലായി, ആമേൻ, ഇവര് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്നവരാ, അടുത്ത ബാറ്റൺ എടുക്കേണ്ടവരാ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കർത്താവ് തിരിച്ചു പോവാ, സ്വർഗാരോഹണം ചെയ്ത് പോവാ. ഹല്ലേലൂയ. സ്വർഗത്തേക്ക് വാങ്ങിപ്പോകാൻ പോകുക. അടുത്ത ഗ്രേറ്റ് കമ്മീഷൻ, അടുത്ത ആമേൻ പരിശുദ്ധാത്മ ഉപയോഗിക്കാൻ പോകുന്നത് ഇവരെയാണ്. ഇവരിലൂടെയാണ് ആത്മാ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഇവരുടെ അകത്ത് എന്ത് വേണം? ദൈവരാജ്യം സംബന്ധിച്ചതായ കാര്യങ്ങൾ, ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 40 ദിവസങ്ങൾ ഈ ദൈവജനത്തോട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം അതൊരു വേറൊരു മെസ്സേജ് ആണ്. ഇപ്പൊ ഞാനത് പ്രസംഗിച്ചാൽ നിങ്ങൾ പറയും, ജോൺ പാസ്റ്റർ ആമേൻ ഒരു പാതി സമയം വരെ കറക്റ്റ് ട്രാക്കിലായിരുന്നു, പിന്നെ അവിടുന്ന് ദൈവരാജ്യം എന്ന് പറഞ്ഞ വാക്ക് കയറി പിടിച്ചു, പിന്നെ പാസ്റ്റർ ഒരൊറ്റ പോക്ക് പോയെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അത് കയറി ആ ദൂതിലോട്ട് പോകുന്നില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് വേറെ മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഭക്ഷണം ഭാര്യയുമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിലെ സന്തോഷം. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ, കാരണം ഇവരാണ് ദൈവരാജ്യത്തിന്റെ മിഷൻ അടുത്ത് ആമേൻ നടപ്പിലാക്കാൻ പോകുന്നത് ഇവരാണ്. അതുകൊണ്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ ഇവരോട് പറയുകയാണ്. ഇനി കേൾക്കണേ പ്രിയപ്പെട്ടവരെ,
40 ദിവസങ്ങൾ കർത്താവ് ചെയ്ത മൂന്നാമത്തെ പ്രിപ്പറേഷൻ, ഈ ജനത്തിനോട് കർത്താവ് ഇടപെടുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അതൊരു അത്ഭുതം നിറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കണം. ആമേൻ. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ. കഷ്ടം അനുഭവിച്ച ശേഷം, ഹല്ലേലൂയ, 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അടുത്ത വാക്ക് കേൾക്കണേ, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ശ്രദ്ധിച്ച് കേൾക്കുക. 40 ദിവസങ്ങൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ചുമ്മാതങ്ങ് കാണിക്കുകയല്ല, പകരം അനേകം ദൃഷ്ടാന്തങ്ങളാൽ, ഇൻഫാലിബിൾ പ്രൂഫ്സ്. ഹല്ലേലൂയ. ആമേൻ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അനേകം, ഒട്ടനവധി, മെനി ഇൻഫാലിബിൾ പ്രൂഫ്. ആമേൻ. തെളിവ് സഹിതം കർത്താവ് എന്ത് ചെയ്യാന്നറിയാമോ? 40 ദിവസങ്ങൾ പല തവണ കർത്താവ് താൻ ജീവനോടെ ഉണ്ടെന്ന് തെളിയിച്ചു കൊടുത്തു. ഞാൻ ആ ദൂത് ഒത്തിരി ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവിനോട് ചോദിച്ചു, ദൈവാത്മാവേ, ഒരു പ്രാവശ്യം അങ്ങ് ജീവനോടെ ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട്, മക്കളെ ഏതാണ്ടേ ഞാൻ ജീവനോടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ എന്നെ മരിച്ചവനായി കണ്ടു, നിങ്ങൾ എന്റെ മരണം കണ്ടു, ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ കർത്താവ് ജീവനോടെ പുറത്തു വന്നു എന്ന്, കർത്താവ് ജീവനോടെ ഉണ്ടെന്ന്? ഒരു പ്രാവശ്യം കാണിച്ചാൽ പോരെ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം കാണിച്ചാൽ പോരെ? മതി. ഒരു പ്രാവശ്യം കാണിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ വചനം ഒന്ന് ശ്രദ്ധിച്ചേട്ടെ. ആമേൻ. നമ്മൾ എന്താ വായിച്ചത്? അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്? താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം, ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യണേ, അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞില്ലേ, പ്രൂഫ്, മെനി ഇൻഫാലിബിൾ പ്രൂഫ്സ്. ഞാൻ കർത്താവിനോട് ചോദിച്ച, കർത്താവേ, ഒട്ടനവധി തെളിവുകളിലൂടെ അങ്ങ് ജീവനോടെ ഉണ്ടെന്ന് കാണിക്കേണ്ട കാര്യമല്ല. അങ്ങ് ഒരു വട്ടം ജീവനോടെ അവരുടെ മുമ്പിൽ അപ്പിയർ ആയപ്പോൾ തന്നെ മനസ്സിലായില്ലേ? Everybody got to know that you are living, you are alive. That's necessary. അത് മാത്രം മതിയല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ദൂത് ഇതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ സുവിശേഷം കേട്ടത്, ആദ്യമായി ഈ സുവിശേഷം കേട്ടപ്പോൾ നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആമേൻ. നമ്മള് ഒരു പക്ഷേ ഒരു പരസ്യയോഗത്തിലായിരിക്കാം, ആമേൻ, അല്ലെങ്കിൽ ആമേൻ ഒരു കൺവെൻഷൻ യോഗത്തിലായിരിക്കാം നമ്മൾ സുവിശേഷം കേട്ടത്. 1 മണിക്കൂർ നീണ്ട ഒരു സുവിശേഷ യോഗം, പ്രസംഗം, 1 മണിക്കൂർ നീണ്ടിരിക്കുന്ന പ്രസംഗം. ആ പ്രസംഗത്തിനകത്ത് പ്രസംഗിക്കുന്ന വ്യക്തി യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ പറഞ്ഞു തുടങ്ങി. ആ പ്രസംഗത്തിന്റെ ആരംഭം യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ വളർച്ചയെ കുറിച്ച് പറഞ്ഞു, ആമേൻ, യേശുക്രിസ്തുവിന്റെ പ്രവർത്തികളെ കുറിച്ച് പറഞ്ഞു, അത്ഭുതത്തെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം യേശുവിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു, കാൽവറി യാഗത്തെ കുറിച്ച് പറഞ്ഞു, യേശുവിന്റെ അടക്കത്തെ കുറിച്ച് പറഞ്ഞു. ആ 1 hour മെസ്സേജിനകത്ത് അവസാനം യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എല്ലാവരും 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിനകത്ത് ആമേൻ യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ സ്വർഗാരോഹണം വരെ കേട്ടവരാണ്. ഇങ്ങനെയാണ് നമ്മൾ സുവിശേഷം കേട്ടത്, ശരിയല്ലേ? ആമേൻ. പക്ഷേ ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത്, ആമേൻ, 1 മണിക്കൂർ പ്രസംഗത്തിനകത്ത് യേശുവിന്റെ മരണത്തെ കുറിച്ച് പ്രസംഗം കേട്ടവരല്ല. പകരം അവരുടെ പ്രാണനാഥൻ, അവരുടെ രക്ഷിതാവ്, അവരുടെ എല്ലാമായ അവരുടെ നാഥൻ, ആ നാഥനെ പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ണാൽ കണ്ടവർ. ആമേൻ. അവരുടെ പ്രാണനാഥനെ ആമേ ചാട്ടവാർ കൊണ്ട് ഒന്നുകുറെ 40 അടിയടിച്ച് അവന്റെ പുറം ഉഴവുചാൽ പോലെ കീറപ്പെട്ടത് കണ്ണാൽ കണ്ടവർ. ഹല്ലേലൂയ. ആമേൻ. ശക്തമായ പീഡനങ്ങൾ യേശു കർത്താവ് സഹിച്ചതായ കഷ്ടപ്പാടുകൾ കണ്ണാൽ കണ്ടവർ. മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായി എന്ന് കേട്ട പ്രസംഗമല്ല, പകരം അത് നേരിട്ട് ഒരു മാംസപിണ്ഡം കിടക്കുന്നത് കണ്ണാൽ കണ്ടവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സൂര്യൻ പോലും തങ്ങളുടെ കിരണം മറച്ചു കളയത്തക്ക വിധത്തിൽ
ആമേൻ, അവരുടെ രക്ഷിതാവിനെ കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞത് കണ്ണാൽ കണ്ടവർ. ഹല്ലേലൂയ. ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട കാഴ്ച പ്രസംഗത്തിലൂടെ കേട്ടവരല്ല, പകരം കണ്ണുകൊണ്ട് കണ്ടവരാണ് ഈ ശിഷ്യന്മാര്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, അവസാനം താണ്ടേ, ആമേൻ, ആ മരിച്ച ശരീരം, ബോഡി ആ മരത്തിൽ നിന്ന് ഇറക്കി അരിമത്തക്കാരനായ യോസേപ്പിന്റെ കല്ലറയ്ക്കൽ വെച്ച്, ആമേൻ, വലിയ കല്ലുരുട്ടി വെച്ച്, ആ കല്ലുരുട്ടി വെച്ചതിന് ശേഷം ആ കല്ലിന്റെ പുറത്ത് റോമ ഇംപീരിയൽ മുദ്ര പതിച്ചത് ഒരു മെസ്സേജിലൂടെ കേട്ടവരല്ല, പകരം കണ്ണാൽ കണ്ടവരാണ്. എന്നോട് ദൈവാത്മാവ് ഈ ദൂത് ഇങ്ങനെ പറഞ്ഞത്, ദാണ്ടെ നമ്മള് 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിനകത്ത് കേട്ടവരാണെങ്കിൽ ഇവർ കേട്ടവരല്ല. അരുമനാഥന്റെ ഇത്ര ഭീകരമായ കുരിശുമരണം, ആമേ, റോമ സാമ്രാജ്യത്തിന്റെ ക്രൂരമായ പീഡനം, ആമേ, അവരുടെ കല്ലറയ്ക്കകത്ത് കയറ്റിവെച്ച് മുദ്രയടിച്ചു വെച്ചത് കണ്ണുകൊണ്ട് കണ്ടവരാണ്. നാളെ ഒരു സമയത്ത് പോലും ഇവരുടെ ഹൃദയത്തിനകത്തൊരു തോന്നൽ ഉണ്ടാകരുത്, ആമേ, ഞാൻ കണ്ടത് പ്രേതമാണ്, ഭൂതമാണ് എന്ന് ചിന്തിക്കരുത്. ദാണ്ടെ അങ്ങനെ ചിന്തിക്കാതിരിക്കേണ്ടതിന് അതിശക്തമായ ഉറപ്പവർക്കുണ്ടാകണം. അവരുടെ നാഥൻ റോമ സാമ്രാജ്യം ക്രൂശിച്ച, ആമേ, കാൽവരിയിൽ ക്രൂശിച്ച, 3 ആണികളിൽ ക്രൂശിച്ച, അവർ കൊന്നുകളഞ്ഞ്, ആമേ, യോസേപ്പിന്റെ കല്ലറയ്ക്കകത്ത് വെച്ച യേശു, അവൻ മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സത്യം അവിടെ ഹൃദയത്തിനകത്തൊരു വെളിപ്പാടായി കിടക്കണം. പ്രിയപ്പെട്ടവരെ, അതിനെന്താ ചെയ്തെന്നറിയാമോ? 1 അല്ല, 2 അല്ല, 3 അല്ല, 40 ദിവസങ്ങൾ പല തവണ ആവർത്തിച്ച് ഹല്ലേലൂയ, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനായി, ആമേൻ, അവർക്ക് തെളിയിച്ചു കൊടുത്തു, ഞാൻ ജീവനോടെയുണ്ട്. ഒരു സ്വത്രം പറയാമോ? ഈ ദൂതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് അറിയാമോ? ആമേ, നമുക്കറിയാം, ഒരു സ്ത്രീയുടെ മുമ്പിൽ പേടിച്ച് നിന്നവനാ പത്രോസ്, അല്ലെ? ഒരു സ്ത്രീയുടെ മുമ്പിൽ പേടിച്ച് നിന്നവൻ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആമേൻ, യേശു കർത്താവ് ഉയർത്തവനാണെന്നുള്ള ബോധ്യം അകത്ത് കയറിയ പത്രോസിനെ നമുക്ക് മർക്കോസിന്റെ മാളിക മുറിയിൽ കാണാലോ. ആമേൻ, പത്രോസിന്റെ വാക്ക് ഞാൻ ഇങ്ങനെ പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശു. അധികാരികളുണ്ട്, ആമേൻ, പട്ടാളക്കാർ അതിനകത്തുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവരെ എല്ലാവരും നോക്കി, ആമേൻ, ഭയമില്ലാത്തവനായി, ധൈര്യം കൊണ്ട്, ആത്മശക്തിയിൽ പത്രോസ് പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവാം ദൈവ പരിശുദ്ധാത്മാവിലൂടെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. വി ആർ വിറ്റ്നസ്. എങ്ങനെ പറയാൻ പറ്റി? കർത്താവ് ഉയർത്തു എന്ന സത്യം അവിടെ അകത്ത് വാഴുകയാണ്. നീ കേൾക്കണേ, സുന്ദരമെന്ന, ആമേ, ഗോപുര പടിവാതിൽക്കൽ ഇരിക്കുന്ന ഒരു മുടന്തനായ മനുഷ്യൻ, ആമേ, പത്രോസും യോഹന്നാനും കൂടെ, ആമേൻ, ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് ആ വ്യക്തിയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, പൊന്നും വെള്ളിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എന്താ പറയാൻ കാരണം? അകത്തൊരു ഭയങ്കര ബോധ്യം, ഞങ്ങളുടെ കർത്താവ് കല്ലറയ്ക്കകത്ത് കിടക്കുകയല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ ഈ വെളിപ്പാട് അനിവാര്യമാണെന്ന് യേശുവിന് മനസ്സിലായി. അതുകൊണ്ട് എന്താ ചെയ്യുന്നേ? ആമേ, കമാൻഡ് കൊടുത്ത ദൈവം, ആമേ, ദൈവരാജ്യത്തെ കുറിച്ചുള്ള മെസ്സേജ് കൈമാറിയ യേശു 3ാമത് എന്താ ചെയ്യുന്നത് അറിയാമോ? 40 ദിവസങ്ങൾ അകത്ത് ഉറപ്പിക്കയാണ്, നിങ്ങളുടെ നാഥനായ ഞാൻ, നിങ്ങളുടെ രക്ഷിതാവായ ഞാൻ മരിച്ചിട്ടില്ല, ഉയർത്ത് ഇന്നും ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേര് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യും? എത്ര പേര് കർത്താവിന് ആരാധന കൊടുക്കും? റീമാന ഹസിയാന്റെ രവ. ഈ ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. ആമേ, എന്നെയും നിങ്ങളെയും അതിശക്തമായി ദൈവാത്മ ഉപയോഗിക്കാൻ പോകുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത്, നിങ്ങൾ ആയിരിക്കുന്ന പട്ടണത്തിൽ ഒരു വെപ്പണായി, ഒരു മൈറ്റി വെപ്പണായി എന്നെ നിങ്ങളെ ദൈവാത്മ ഉപയോഗിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെ ചേർന്ന്
കർത്താവിനെ സ്തുതിച്ചാരാധിക്കുമോ? Praise the Lord. പിന്നെ Hallelujah. നിങ്ങളെ Hallelujah. ശക്തമായി ദൈവാത്മ ഉപയോഗിക്കാൻ പോകുകയാണ്. ഒന്ന് Amen. സന്തോഷത്തോടെ പറഞ്ഞേ, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ രക്ഷിതാവ്, He Let it is go. living. അവൻ ജീവനോടെയുണ്ട്. Amen. Amen. ധൈര്യമെന്താ, ഇവരുടെ ബലമെന്താ? എന്തിനാണ് 40 ദിവസങ്ങൾ കർത്താവ് പിന്നെയും മക്കളെ ഞാൻ ജീവനോടെ ഉണ്ട്, മക്കളെ ഞാൻ ജീവനോടെ ഉണ്ട് തെളിയിക്കുന്നതിന്റെ കാരണം എന്നാ? അകത്ത് കയറണം ഈ വെളിപ്പാട്, അകത്ത് കയറണം ഈ സത്യം. ഇത് അവരുടെ ഹൃദയത്തിനകത്ത് വേരൂന്നണം. ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവനോടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വെള്ളത്തിലൂടെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ ഇവര് ചിന്തിച്ചൊരു കാര്യമുണ്ട്. താണ്ടെ ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂതം വരുന്നു, ഭൂതം കണ്ടോ? കർത്താവ് കേവലം മരിച്ചിട്ടില്ല കേട്ടോ, ജീവനോടെ ഇരിക്കുമ്പോൾ പോലും വെള്ളത്തിന്റെ പുറത്തൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ ഭൂതം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവര്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വെള്ളത്തിന്റെ പുറത്തൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ ഭൂതം എന്ന് പറഞ്ഞ ഈ ശിഷ്യന്മാര് കേവലം ഒരു വട്ടം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടാൽ അതിശക്തമായ പീഡനങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തർക്കിക്കാൻ വരുമ്പോൾ, ഇവർ ഒരുപക്ഷെ വീണ്ടും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, അന്ന് ഞാൻ കണ്ടത്, ഒരുപക്ഷെ നമ്മളെല്ലാവരും കണ്ടത് ഒരു ഭൂതത്തെ ആയിരിക്കും, ഒരു പ്രേതത്തെ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 40 ദിവസങ്ങൾ വൺ ആഫ്റ്റർ ദി അതർ വീണ്ടും 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 എന്ത് ചെയ്യാന്നറിയാമോ? അനേകം ദൃഷ്ടാന്തങ്ങളായി തെളിയിച്ചു കൊടുത്തു, ഞാൻ ജീവനോടെയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. ഒറ്റ കമാൻഡ് കൂടെ പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് തെരഞ്ഞെടുത്തു വെച്ചവരിലൂടെ പരിശുദ്ധാത്മാവ് ഇവരെ ഉപയോഗിക്കാൻ പോകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷനെ കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ഇടയായത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവ് എന്ത് ചെയ്യാണ്? അവർക്ക് കമാൻഡ്സ് കൊടുക്കുകയാണ്. ഒന്നാമത്തെ കമാൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം. രണ്ടെന്ത് ചെയ്യാണ്? ദൈവരാജ്യം സംബന്ധിച്ച മെസ്സേജ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. മൂന്നാമത്തേത്, താൻ ജീവനോടെ ഉണ്ടെന്ന് തെളിയിച്ചു. നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാം. ഇവരിലൂടെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കണമെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു വെച്ചെന്നുള്ളതൊക്കെ ശരിയാണ്, ഞാൻ അടുത്ത ബാറ്റൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങളെയാണ് ഇനി അടുത്ത ആത്മാ ഉപയോഗിക്കാൻ പോകുന്നത്. എന്നിലൂടെ പരിശുദ്ധാത്മ പ്രവർത്തിച്ചതുപോലെ നിങ്ങളിലൂടെയും ആത്മാ പ്രവർത്തിക്കാൻ പോകുകയാണ്. നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പോവുകയല്ല. പകരം കർത്താവ് എന്ത് ചെയ്യാണ്? ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, യു നീഡ് ടു വെയിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ സന്തോഷത്തോടെയും ധൈര്യത്തോടെയും പറയട്ടെ, പരിശുദ്ധാത്മാവ് കൂടാതെ ഒരു മിഷനും സാധ്യമല്ല കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് എഗ്രി ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എത്ര മിഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ വേലയുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ വേല സ്ഥലത്താണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിലും, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവില്ലേ, നമുക്ക് ഒരു മൊട്ടുസൂചി അനക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു കഴിവുമില്ല, നിങ്ങൾക്ക് അക്ഷരാഭ്യാസം പോലും ഇല്ലെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങളുടെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് അതിശക്തമായി, ആക്റ്റീവായി, അലൈവായി നമ്മുടെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ, കഴിവില്ലാത്ത, മിടുക്കില്ലാത്ത, താലന്തുകളില്ലാത്ത നമ്മളെ ഭയങ്കരമായിട്ട് ദൈവാത്മാ ഉപയോഗിക്കുവാനായിട്ടിടയാകും. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ അപ്പോസ്തലന്മാര്. നമ്മൾ കാണുന്നില്ലേ, അവര് വിദ്യാഭ്യാസമില്ലാത്തവരാ, അക്ഷരാഭ്യാസമില്ലാത്തവരാ. പക്ഷേ അവരിലൂടെ ദൈവം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ആത്മാവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ എന്റെ മേൽ ആത്മാവ് ഇറങ്ങി വരണമേ. എനിക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ഞാൻ ഉപയോഗിക്കപ്പെടുവാൻ, ഞാൻ എന്റെ ദേശത്ത് ഉപയോഗിക്കപ്പെടുവാൻ, എന്റെ തലമുറ ഉപയോഗിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ഈ ആത്മാവ് ആവശ്യമാണ്. എത്ര പേര് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കും? എത്ര പേര് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും? കർത്താവ് എന്ത് ചെയ്യാണ്? തന്റെ ശിഷ്യന്മാർ ഉപയോഗിക്കപ്പെടേണ്ടതിന് അവരോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ എന്റെ കൂടെ 3.5 കൊല്ലം നടന്നു, നിങ്ങൾക്കെല്ലാം അറിയാം, വചനം അറിയാം.
എങ്ങനെ ചെയ്യേണ്ടതെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിൾ കോളേജിലൊക്കെ ശുശ്രൂഷ രീതികളൊക്കെ പഠിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്നാനപ്പെടുത്തണം എന്ന് പഠിപ്പിക്കാറുണ്ട്, എങ്ങനെ കർത്തൃമേശ നടത്തണം എന്ന് പഠിപ്പിക്കാറുണ്ട്, ഹല്ലേലൂയ, എങ്ങനെ അടക്ക ശുശ്രൂഷ നടത്തണം എന്ന് പഠിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ബൈബിൾ കോളേജിലെ സാറുമാര് പഠിപ്പിച്ചതിന് അനന്തരമായി അത് പഠിച്ച് കണ്ടുപഠിച്ച് ചെയ്യുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പഠിച്ച ശിഷ്യന്മാരാണ്. ശരിയാണോ പ്രിയപ്പെട്ടവരെ? യേശുവിങ്കൽ നിന്ന് നേരിട്ട് ശുശ്രൂഷ പഠിച്ച ശിഷ്യന്മാരാ. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങല് കേട്ടോ. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങരുത്. Until and unless you receive the power from above, do not leave Jerusalem. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകരുത്. Praise the Lord. യഹൂദയിൽ പോകുന്ന കാര്യം വിട്, ശമരിയെ പോകുന്ന കാര്യം വിട്, ഭൂലോകത്തിന് അറ്റത്തോളം പോകുന്ന കാര്യം വിട്, യെരൂശലേമിൽ പോലും എന്ന് പറഞ്ഞാൽ തൊട്ടേ അപ്പുറത്തെ വീട്ടിൽ പോകുന്നത് പോലും പോകരുത്. സ്വതന്ത്രം ചെയ്യാമോ? എത്ര പേർക്ക് ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ട്? ആത്മാവില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങളിലൂടെ ഒന്നും സംഭവിക്കത്തില്ല. എത്ര പേര് ഈ രാത്രിയിൽ ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ, എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ചില മിനിറ്റുകൾ അന്യഭാഷകളൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ചില മിനിറ്റുകൾ ആത്മാവ് ചില മിനിറ്റുകൾ അന്യഭാഷകൾ എന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവേ എന്നെ ഉപയോഗിക്കണമേ. സംബന്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ ഒന്നിനും നിങ്ങളെ തടയാൻ പറ്റില്ല. ഒരു സ്ഥാനങ്ങളും നിങ്ങളെ തടയാൻ പറ്റില്ല. ഒരു തടസ്സങ്ങൾക്കും നിങ്ങളുടെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിൽക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, സമഭൂമിയായി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി കർത്താവ് പറയുകയാണ്, ശിഷ്യന്മാരെ നിങ്ങൾ വാങ്ങിപ്പോകല്, നിങ്ങൾ കാത്തിരിക്കണം. ഞാന് ഈ വാക്യം സസൂക്ഷ്മം എന്ന് നോക്കിയപ്പോൾ അവിടെയും കാണാൻ കഴിഞ്ഞ വാക്ക് ഇതാ പ്രിയപ്പെട്ടവരെ. ഇറ്റ്സ് നോട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ഓഫ് ജീസസ്, റാദർ ഇറ്റ്സ് എ കമാൻഡ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആമേൻ. കർത്താവ് അവരോട് പറയുകയായിരുന്നില്ല, കർത്താവ് അവരോട് കൽപ്പിക്കുകയാണ്. ആമേൻ. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ നോക്കിയാൽ മതി. ജീസസ് കമാൻഡഡ് ദം ഡു നോട്ട് ലീവ് ജെറുസലേം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകരുതെന്ന്, നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണമെന്ന് കമാൻഡാണ്, ഇൻസ്ട്രക്ഷൻ അല്ല, സജഷൻ അല്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലാതെ മിഷൻ നടക്കത്തില്ല. എന്താണ് ഈ ജനത്തിന്റെ പ്രത്യേകത? എന്താണ് ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിന്റെ പ്രത്യേകത? ഈ ജനത്തെ നമ്മുടെ മുമ്പിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. ഈ ജനം ആരാ? കർത്താവ് തെരഞ്ഞെടുത്തവർ. എന്താണ് ഇവിടെ പ്രത്യേകത? കർത്താവ് തന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു. കർത്താവ് പോവുകയാണ്. കർത്താവ് പോയതിനു ശേഷം അടുത്ത ആത്മ ഉപയോഗിക്കാൻ പോകുന്നത്, ദൈവരാജ്യത്തിന്റെ മിഷൻ അടുത്ത നടപ്പിലാക്കാൻ പോകുന്നത്, ചെയ്തെടുക്കാൻ പോകുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ ഇവര് എങ്ങനെ ഉപയോഗിക്കപ്പെടും? ഇവരെങ്ങനെ ഉപയോഗിക്കപ്പെടും? ഇവർ ഉപയോഗിക്കപ്പെടണമെങ്കിൽ 1, ഇവർ ഗ്രേറ്റ് കമ്മീഷൻ ഉള്ളവരാകണം. 2, ഇവർ ദൈവരാജ്യം സംബന്ധിച്ച് അറിവുള്ളവരായിരിക്കണം. 3, ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ള ഉറപ്പ് അതിശക്തമായി അകത്ത് കയറണം. 4, ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ 4 ഉണ്ടോ നിങ്ങളെ ആത്മാവ് ഉപയോഗിച്ചിരിക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം നടച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ചില മിനിറ്റുകൾ അന്യഭാഷകളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ ആഗ്രഹത്തോട്. യേശുവിന്റെ നാമം. ഞാന് ഇന്ന് ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ, ഞാന് സൗദിയില് ഒരു വീടിനകത്ത് അടച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ മാതാപിതാക്കള് ഞങ്ങൾ സൗദിയിൽ നെജറാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, യമന്റെ ബോർഡർ, അവിടെ സ്കൂൾ പോലും ഇല്ല. 6-ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. എനിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നു. എനിക്കൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതലൊക്കെ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ ഞാൻ വിറയ്ക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ
ആമേൻ, ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ എറിക് ബ്രൗൺ എന്ന് പറയുന്ന ഒരു അഭിഷക്തൻ ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷയിൽ ആമേൻ, അന്ന് എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ എന്റെ നാവിന്റെ കെട്ട് പൊട്ടുവാനായിട്ടിടയായി. അന്ന് പ്രാപിച്ച ശക്തിയിലാണ് ആമേൻ പ്രിയപ്പെട്ടവരെ എന്റെ നാവിന്റെ കെട്ടടിയുവാനായിട്ടിടയായത്. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ശുശ്രൂഷിക്കുന്നത് കേവലം പഠിത്തത്തിന്റെ ബേസിലല്ല, അറിവിന്റെ ബേസിലല്ല, എന്റെ ജീവിതത്തിന്റെ അനുഭവമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മശക്തി എന്റെ മേലും നിങ്ങളുടെ മേലും ഇറങ്ങി വന്നാണല്ലോ നമ്മുടെ മുമ്പിൽ തടസ്സമായി ഇന്നുവരെ നിൽക്കുന്നത് നാളെ നിൽക്കത്തില്ല. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. മേ ബി ഇന്നും കൂടെ അത് തടസ്സമായി നിൽക്കും. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ ആത്മശക്തി പ്രാപിച്ചാൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന തടസ്സം നാളെ നിങ്ങൾക്ക് തടസ്സമല്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. എന്റെ നാവിന്റെ കെട്ടുകൾ അന്ന് രാത്രിയിലെ യോഗത്തിനകത്ത് പൊട്ടുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ, ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല, ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. പക്ഷേ കർത്താവിന്റെ നോർത്ത് ഇന്ത്യൻ മിഷണറിയായി ഒരു ഭാഷ പോലും നേരെ പറയാൻ അറിയാത്ത എന്നെ ആമേൻ ഈ ദേശത്ത് കൊണ്ടുവന്ന് കർത്താവ് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, അന്ന് എന്റെ നാവിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകമാണ്. ഇന്നും എന്നെ കർത്താവ് ഉപയോഗിക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. നാവിന്റെ മേൽ തടസ്സമുണ്ടോ? വിദ്യാഭ്യാസ കുറവുണ്ടോ? കഴിവില്ലേ? ഒരു പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? നിങ്ങളുടെ മേൽ ആത്മശക്തി ഇറങ്ങി വന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ഉറപ്പായിട്ടും പ്രാർത്ഥിച്ചേ. കർത്താവേ ഉപയോഗിക്കണമേ, ദൈവാത്മാവേ ഉപയോഗിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളെ ശക്തമായി ഉപയോഗിക്കണമേ അപ്പാ. പിതാവേ തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രയർ ലൈനിലായിരിക്കുന്ന മുഴുവൻ കർത്താവിന്റെ ദാസന്മാര്, കർത്താവിന്റെ ദാസിമാര് തൃക്കരങ്ങളിൽ കേൾപ്പിക്കുന്നപ്പാ, ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവ്. ഒറ്റ ആഗ്രഹമേ, ഒറ്റ പ്രാർത്ഥന ഞങ്ങൾക്കുള്ളപ്പാ. കർത്താവെ അങ്ങ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അങ്ങ് നിയോഗം പൂർത്തിയാക്കി കർത്താവെ. എന്നാൽ ദൈവരാജ്യത്തിന്റെ നിയോഗം പൂർത്തിയായില്ല. അടുത്ത ദൈവരാജ്യത്തിന്റെ നിയോഗം പൂർത്തിയാക്കാൻ, നടപ്പിലാക്കാൻ, പരിശുദ്ധം ഉപയോഗിക്കുവാൻ തക്കവണ്ണം അങ്ങ് കുറച്ചുപേരെ തെരഞ്ഞെടുത്താക്കി വെച്ചു. അന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരെ ഉപയോഗിച്ചു. അവര് ചരിത്രത്തിന്റെ ഭാഗമായി. കർത്താവെ ഇന്നും ദൈവരാജ്യത്തിന്റെ നിയോഗം അവസാനിച്ചിട്ടില്ല, ഈ തലമുറയിലും അവസാനിച്ചിട്ടില്ല. ഇന്നും ദൈവാത്മാവിന് നിയോഗമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആത്മാവെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെയും കർത്താവ് തെരഞ്ഞെടുത്തതാണ്. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഉപയോഗിക്കണമേ. ലണ്ടനിൽ ഉപയോഗിക്കണമേ, ഡാളസിൽ ഉപയോഗിക്കണമേ, ന്യൂയോർക്കിൽ ഉപയോഗിക്കണമേ, ഞാൻ ആയിരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഉപയോഗിക്കണമേ, ഭാരതത്തിൽ ഉപയോഗിക്കണമേ, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഉപയോഗിക്കണമേ, ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിൽ ഉപയോഗിക്കണമേ അപ്പാ. ഞങ്ങളുടെ കൊതിയാണ്, ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് വേണ്ടത് പണമല്ലപ്പാ, ആത്മാക്കൾ ഞങ്ങളിലൂടെ പുറത്തു വരട്ടെ. ദൈവ നിയോഗങ്ങൾ ഞങ്ങളിലൂടെ നടക്കട്ടെ. ഈ വചനം പറഞ്ഞ് കൈമാറി ഞങ്ങളുടെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപയോഗിച്ചാട്ടെ കർത്താവെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ എളിവന് അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ പോലെ ആരംഭത്തിൽ പലരും ഇല്ലായിരുന്നല്ലോ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. റിലയൻസിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ പെട്രോളിയം എഞ്ചിനീയറിംഗിൽ M.Tech കഴിഞ്ഞൊരു വ്യക്തിയാണ്. എന്നാൽ കർത്താവിന്റെ ശബ്ദം കേട്ട് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കി. ഇപ്പോൾ ഞങ്ങൾ ബംഗ്ലാദേശിന്റെയും നേപ്പാളിന്റെ ബോർഡറിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ദേശത്തോട്ടൊക്കെ ദൈവം നിങ്ങളെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു എളിയ പ്രാർത്ഥനയുള്ളത്, ഞങ്ങൾക്ക് ബൈബിളിന്റെ ഒക്കെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് ബൈബിളൊക്കെ ഈ ദേശത്തൊക്കെ ഒത്തിരി ബൈബിളിന്റെ ഒക്കെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും 5-10 ബൈബിളൊക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ ഭാഷകളിൽ സ്പോൺസർ ചെയ്യാനൊക്കെ കഴിഞ്ഞാൽ അതൊരു വലിയ സഹായമായിരിക്കും. ദയവായി അങ്ങനെ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ബർത്ത്ഡേ സമയത്തൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ദയവായി അങ്ങനെ കഴിയുമെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വൺസ് അഗൈൻ എനിക്ക് ഈ മീറ്റിംഗിൽ നേരിട്ട് പരിചയമൊന്നുമില്ല. നിങ്ങളെ ആരും ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല.
എന്നെ ഇത്ര നേരം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എന്റെ മലയാളം അത്ര വലിയ ഫ്ലുവന്റ് ഒന്നും അല്ല. ഞാൻ പറഞ്ഞ ഗൾഫിൽ ജനിച്ചു വളർന്നതാണ്. ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ബൈബിൾ വായിച്ചാണ് ഞാൻ മലയാളമൊക്കെ പഠിക്കുന്നത്. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കൃപയാൽ ഇപ്പോൾ നേപ്പാളില്, ബീഹാറില്, വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ കർത്താവിന്റെ കൃപയാല് മിഷൻ സ്റ്റേഷനിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. കർത്താവ് ഞങ്ങളെ പലരെയും ട്രെയിൻ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. വൺസ് അഗൈൻ ഈ പ്രയർ ലൈനോട് നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓവർ ടു യു. ആമേൻ. ആമേൻ.